സജിത മഠത്തിൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത മഠത്തിൽ, ഇപ്പോൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും ഗായത്രി വർഷ കൂടി പറഞ്ഞ കാര്യങ്ങൾ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെന്ന് പറയുന്ന വലിയ വിഭാഗം അവരിപ്പോൾ കൂടുതൽ ശക്തി കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സിനിമയിൽ. നിലവിൽ സംവിധായകൻ്റെ കലയാണ്, അല്ലെങ്കിൽ സംവിധായകനാണ് ക്യാപ്റ്റൻ എന്ന തരത്തിലേക്ക് മാറി നിർമ്മാതാവിന് മുകളിലേക്ക് മാറുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഒരു മേഖല, ഒരു വിഭാഗം അങ്ങനെ വരുന്നുണ്ട്. അത് വലിയ തരത്തിൽ ഈ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുകൂടി ഗായത്രി വർഷ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിൻസി അലോഷ്യസിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സജിത മഠത്തിൽ? എന്നെ ഇതിൽ ഏറ്റവും അധികം കൺസേൺ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മള് പിന്നെ ഹൈക്കോടതി നിയമപ്രകാരം WCC നടത്തിയ ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ട്, ലീഗൽ ഫൈറ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ പ്രൊഡക്ഷനിലും IC നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, വനിതാ കമ്മീഷൻ സതീദേവിയുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി എല്ലാ സംഘടനകളുടെയും ഫിലിം ചേംബറിനെ അംബ്രല ബോഡി ആക്കിക്കൊണ്ട് എല്ലാ സംഘടനകളുടെ മെമ്പേഴ്സിനെയും വെച്ചിട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഇഷ്യൂ വരുന്ന സമയത്ത് ഓൾറെഡി ഉള്ള നിയമങ്ങൾ, ഓൾറെഡി ഉള്ള സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അടയിച്ച് പറയാം ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ ആളുകൾ അപകടകാരികളാണ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ഇങ്ങനെ പറയാം. പക്ഷെ ഓൾറെഡി ചില സിസ്റ്റങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, വർക്ക് ചെയ്തില്ലെങ്കിൽ അത് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ പെർട്ടിക്കുലർ കേസിലാണെങ്കിൽ വിൻസി വളരെ തുടക്കത്തിൽ, വിൻസിക്ക് ഈ പ്രൊഡക്ഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ IC ഉള്ള കാര്യം വിൻസിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. IC മെമ്പേഴ്സ് ആരാണെന്നുള്ളത് അറിയില്ലായിരുന്നു. രേഖകളിൽ IC ഉണ്ട്, എന്നാൽ IC അത് വളരെ വലിയ ഫൈറ്റിൻ മോണിറ്ററിംഗ് കമ്മിറ്റി വളരെ സ്ട്രോങ് ആയി നിന്നതുകൊണ്ടാണ് IC രേഖകളിലെങ്കിലും വന്നത് എന്നത് കാണാതിരുന്നുകൂടാ. അതല്ല സജിത മഠത്തിൽ, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞു തന്നെയാണ് വിഷയം. IC ഉണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, നിരവധി ഇടപെടലുകൾ ഉണ്ടാകുന്നു. പക്ഷേ എല്ലാം ചടങ്ങായി തന്നെ മാറുന്നു എന്ന് തന്നെ വേണം പറയേണ്ടി വരുന്നത്. ഇപ്പോൾ വിൻസിക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല ഇങ്ങനെ ICC ഉണ്ടായിരുന്നോ, അത് ആരാണ് അംഗങ്ങളെന്ന് പോലും അറിയാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു ചടങ്ങായി മാറരുത് എന്ന് തന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുകയും അതിനുള്ള അതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ICനെ കുറിച്ച് പറയുകയും IC വളരെ ഇമ്പോർട്ടന്റ് ആണ്, ICയിലാണ് നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് എന്ന് വിൻസിയോട് സംസാരിച്ചപ്പോൾ ഞാനടക്കമുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ പറയുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് വിൻസി ICയിലേക്കും മോണിറ്ററിംഗ് കമ്മിറ്റിയിലേക്കും കത്തയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം മോണിറ്ററിംഗ് ഈ IC ആണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ഡിസ്കഷൻ നടത്തേണ്ടത്. ഇത് നേരത്തെ തന്നെ ചെയ്തിരുന്നുവെങ്കിൽ, അതായത് ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത് തന്നെ IC ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നു. അപ്പം ഇത് ഏതായാലും ആദ്യമായിട്ടാണ് മോണിറ്ററിംഗ് കമ്മിറ്റി IC ഉണ്ടായതിനു ശേഷം ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞാൻ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ IC അംഗങ്ങൾക്ക്, ഇതിലുള്ള IC അംഗങ്ങൾക്ക് എത്ര പേർക്ക് ഈ പോഷ് ആക്ടിനെ കുറിച്ച് അറിയാം, എത്ര പേർക്ക് ഇങ്ങനൊരു വിഷയം വന്നാൽ ഡീൽ ചെയ്യാൻ പറ്റും, അത് ആ കേസ് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതും പ്രശ്നമാണ്. അപ്പൊ ഗവൺമെന്റ് കഴിഞ്ഞ ഈ മാസം തന്നെ തുടക്കത്തിൽ വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ICയെ കുറിച്ച് പരിജ്ഞാനം നൽകാനുള്ള വർക്ക്ഷോപ്പായിരുന്നു. അപ്പൊ ഇനി മുതൽ ആ പരിജ്ഞാനം കിട്ടി ആ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ICയുടെ ഭാഗമാവാൻ പറ്റുള്ളൂ എന്ന് അന്ന് വീണ മിനിസ്റ്റർ പ്രഖ്യാപിക്കുകയുണ്ടായി. അതും കൂടി അങ്ങനെ ഒരു തീരുമാനം അന്നത്തെ മീറ്റിംഗിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ച എന്തുണ്ടായി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ കമ്മിറ്റി അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പോഷ് ആക്ടിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറെ പേർക്ക്, ഇൻഡസ്ട്രിയിലെ പല സംഘടനയിൽ നിന്ന് വന്നുള്ള ആളുകൾ ഗൗരവത്തോടുകൂടി ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിരുന്നു. അവർക്ക് എല്ലാവർക്കും അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ICയിലുണ്ടായിരുന്ന, ഈ പെർട്ടിക്കുലർ ICയിൽ ഉണ്ടായിരുന്നവർക്ക് അത്തരം വല്ല ധാരണകളും ഉണ്ടായിരുന്നോ എന്നറിയില്ല. അവരാരാണെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരമില്ല. അവർക്ക് കത്ത് കൊടുത്ത് ഇനിയിപ്പോൾ അവർക്ക് കംപ്ലൈന്റ് കൊടുത്താൽ തന്നെ അവർക്ക് എത്രമാത്രം അത് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതും നമുക്കറിയില്ല. അപ്പൊ ഇതാണ്. അപ്പൊ രേഖകളിൽ ഒരു സാധനം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. സിസ്റ്റം ഉണ്ട്, സിസ്റ്റം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ സിസ്റ്റത്തിന് കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള പണികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കൂടി ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ഓൾറെഡി ഉണ്ട്, ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. വളരെ നന്ദി സജിത മഠത്തിൽ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനിപ്പോൾ